അന്തർ സംസ്ഥാന ബസ്സുകളിൽ യാത്രക്കാരെയും അവരുടെ ലഗേജും മാത്രമേ കൊണ്ടുപോകാവൂ എന്നാണ് ചട്ടം. എന്നാൽ ആ ചട്ടം പാലിക്കപ്പെടുന്നുണ്ടോ? ഞങ്ങൾ ആദ്യം പോയത് ബാംഗ്ലൂരിലെ KR മാർക്കറ്റിലേക്ക്. അവിടെ യാത്രക്കാർക്ക് പോകാൻ വേണ്ടി ഒട്ടേറെ ബസ്സുകൾ നിരന്നു കിടക്കുന്നു. ആ ബസ്സിൽ യാത്രക്കാർ മാത്രമാണോ സഞ്ചരിക്കുന്നത്? കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ യാത്ര ആരംഭിക്കുന്നത് ബാംഗ്ലൂരിലെ KR മാർക്കറ്റിൽ നിന്ന്. നിരനിരയായി നൂറുകണക്കിന് അന്തർ സംസ്ഥാന ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. അതിലേക്ക് യാത്രക്കാരെക്കാൾ കൂടുതൽ കയറ്റുന്നത് പാഴ്സലുകൾ. യാത്രക്കാരെ കയറ്റുന്ന ഈ ബസ്സുകളിൽ പാഴ്സലുകൾ കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അതെ, ഈ ബസ്സുകളിൽ യാത്രക്കാരെയും അവരുടെ ബാഗുകളും മാത്രമേ കയറ്റാനാകൂ. ഞങ്ങൾ നേരെ ബസ് ബുക്കിംഗ് ഏജന്റിനെ സമീപിച്ചു. കേരളത്തിലേക്ക് പാഴ്സൽ കൊണ്ടുപോകാനാകുമോ എന്ന് ചോദിച്ചു. കൊല്ലത്തേക്ക് പാഴ്സൽ എറണാകുളമെങ്കിലും എറണാകുളം കിട്ടും. എറണാകുളം പറ്റുമോ? നാളെയാണ് പാഴ്സലുമായി നാളെ എത്താമെന്ന് പറഞ്ഞ് ബസ് ബുക്കിംഗ് ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങി. KR മാർക്കറ്റിൽ നിന്ന് മാത്രമേ പാഴ്സലുകൾ കയറ്റാറുള്ളൂ. ഞങ്ങൾ താമസിച്ച മടിവാളയിലെ ബസ് ബുക്കിംഗ് കേന്ദ്രത്തിലേക്ക്. ചെറുതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. സമീപത്തെ മാർക്കറ്റിൽ നിന്ന് പൂക്കൾ വാങ്ങി പെട്ടിയിലാക്കി. ബുക്കിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നത് എന്താണെന്ന് പോലും പരിശോധിച്ചില്ല. അവ ബുക്കിംഗ് കേന്ദ്രത്തിൽ സൂക്ഷിക്കാൻ ജീവനക്കാരുടെ അനുമതി. ബസ് വന്നു. പെട്ടിയുമായി ഞങ്ങൾ ബസ്സിനുള്ളിലേക്ക്. മറ്റേതോ സ്ഥലത്ത് നിന്ന് കയറ്റിയ പാഴ്സലുകൾ ബസ്സിന് മുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിർത്തികൾ പിന്നിട്ട് ബസ് കേരളത്തിലേക്ക് പാഞ്ഞു. ചെക്ക് പോസ്റ്റിലടക്കം എവിടെയും പരിശോധനയില്ല. ബസ്സിന് മുകളിലുള്ള പാഴ്സലുകൾ എന്താണെന്ന് പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ അറിയുക പോലും വേണ്ട. ബസ് കൊല്ലത്തെത്തി. വിവിധ തരത്തിലുള്ള പാഴ്സലുകൾ ലോഡിംഗ് തൊഴിലാളികൾ താഴെയെത്തിച്ചു. അവിടെയുമില്ല പരിശോധന. ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടമാണ് ഇതിലൂടെ സംസ്ഥാനത്തിനുണ്ടാകുന്നത്. വൈദ്യുതി തുകയുടെയും വെള്ളക്കരത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പിഴിയുന്ന ധനവകുപ്പ് ഇക്കാര്യം കൂടി പരിശോധിച്ചാൽ സർക്കാരിന് അത് വലിയൊരു വരുമാന മാർഗമാകും. ഒപ്പം ഈ നിയമലംഘനം തടയാനും സാധിക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഈ പെട്ടിയിൽ ഞങ്ങൾ കൊണ്ടുവന്നത് പൂക്കളാണ്. അതിന് സമാനമായ രീതിയിൽ എന്തു വസ്തുക്കളും ബസ് മാർഗം കടത്താൻ സാധിക്കും എന്നതിന് തെളിവ്. അത് സ്ഫോടക വസ്തുക്കളാകാം, മയക്കുമരുന്നാകാം, മദ്യമാകാം. അങ്ങനെയുള്ള വസ്തുക്കൾ കടത്തുന്നുവെന്ന് പോലീസിന് വിവരമുണ്ട്. എന്നിട്ടും ഞങ്ങൾ വന്ന ബസ്സിൽ ഒരിടത്തും പോലീസിൻ്റെയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ പരിശോധന ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.